ഞാൻ വേണു പരമേശ്വർ. ജനക്ഷേമത്തിലേക്ക് സ്വാഗതം. രാഷ്ട്രഭാഷയായ ഹിന്ദിയുടെ പരിപോഷണത്തിനായി ദേശീയ തലത്തിലും സംസ്ഥാന തലങ്ങളിലും നിരവധി സംഘടനകൾ പ്രവർത്തിച്ചു വരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏക സ്വതന്ത്ര ഹിന്ദി സന്നദ്ധ സംഘടനയാണ് കേരള ഹിന്ദി പ്രചാര സഭ. ഹിന്ദി പ്രചാരണത്തിന്റെ ഭാഗമായി സഭ നടത്തിവരുന്ന വിവിധ പഠന കോഴ്സുകൾ ദേശീയ തലത്തിൽ ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ഇതേക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഇക്കുറി ജനക്ഷേമത്തിൽ. कबूतर कितना प्यारा उड़े है ऊंचा घर का दुलारा. से कबूतर कितना प्यारा उड़े है ऊंचा घर का दुलारा. से खरगोश मुझको भाता नानी के घर में दौड़ के जाता. ദേശീയ മൂല്യങ്ങൾ പരസ്പരം കൈമാറി രാഷ്ട്രത്തിന്റെ കെട്ടുറപ്പ് സാധ്യമാക്കുന്നതിൽ ഭാഷകൾ നിസ്തുലമായ പങ്ക് വഹിക്കുന്നു. ഭാരതത്തെ സംബന്ധിച്ച് ദേവനാഗരി ലിപിയായ ഹിന്ദി ദേശീയതയും മാനവികതയും ഏകോപിപ്പിച്ചുകൊണ്ട് രാഷ്ട്രഭാഷയായി നിലകൊള്ളുന്നു. सुभाष चंद्र बोस हो, लोकमान्य तिलक हो, महात्मा गांधी हो, काका साहब कालेलकर हो, राजगोपालाचार्य हो, सबने यानी जिनकी मातृभाषा हिंदी नहीं थी उनको हिंदी भाषा के लिए उसके संरक्षण और संवर्धन के लिए जो दीर्घ दृष्टि से उन्होंने काम किया था, ये हमें प्रेरणा देता है. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ കീഴിലുള്ള അഖില ഭാരതീയ ഹിന്ദി സംസ്ഥാ സംഘിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സ്വതന്ത്ര ഹിന്ദി പഠന കേന്ദ്രമാണ് കേരള ഹിന്ദി പ്രചാര സഭ. ഹിന്ദി പണ്ഡിതനായിരുന്ന കെ വാസുദേവൻ പിള്ളയാണ് കേരള ഹിന്ദി പ്രചാര സഭയുടെ സ്ഥാപകൻ. 1934 ഹിന്ദി പ്രചരണാർത്ഥം സ്ഥാപിക്കപ്പെട്ട തിരുവിതാംകൂർ ഹിന്ദി പ്രചാര സഭ വളർന്ന് പിന്നീട് വികസിച്ച് 1961 കേരള ഹിന്ദി പ്രചാര സഭയായി രൂപാന്തരപ്പെട്ടു. അന്നു മുതൽ ഇന്ന് വരെയുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി നിൽക്കുന്നത് കേരളത്തിലെ ഹിന്ദി പ്രചാരകരാണ്. 10,000-കണക്കിന് ഹിന്ദി പ്രചാരകരും അതിനേക്കാൾ എത്രയോ ഇരട്ടി സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ഹിന്ദി ടീച്ചേഴ്സിൻ്റെയും ഹിന്ദി പ്രചാര സഭയിലെ 150ഓളം വരുന്ന ജീവനക്കാരുടെയും കൂട്ടായ പരിശ്രമ ഫലമായി ഏറ്റവും നല്ല രീതിയിൽ ഹിന്ദി പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്ന ഒരു സ്ഥാപനമാണ് കേരള ഹിന്ദി പ്രചാര സഭ. നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ ഹിന്ദി പ്രചരണത്തിൻ്റെ സന്ദേശം എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ വിദ്യാലയങ്ങളിലും, എല്ലാ കോളേജുകളിലും, എല്ലാ യൂണിവേഴ്സിറ്റികളിലും എത്തിക്കുന്ന ദൗത്യവും കേരള ഹിന്ദി പ്രചാര സഭ ഏറ്റെടുത്ത് വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് വഴുതക്കാടാണ് കേരള ഹിന്ദി പ്രചാര സഭയുടെ ആസ്ഥാനം. ഹിന്ദി ഭാഷയുടെ പ്രചരണത്തിന്റെ ഭാഗമായി സഭ സ്കൂൾ തലം മുതൽ വിവിധ ഹിന്ദി പരീക്ഷകളും അധ്യാപക പരിശീലന കോഴ്സുകളും നടത്തിവരുന്നു. ഹിന്ദി പ്രചാര സഭ നടത്തിവരുന്ന ഹിന്ദി പ്രവേശ്, ഭൂഷൺ, സാഹിത്യാചാര്യ എന്നീ പരീക്ഷകൾ യഥാക്രമം മെട്രിക്, ഇന്റർ, BA പരീക്ഷകൾക്ക് തുല്യമായി കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. ഇവയ്ക്കു പുറമെ പ്രാഥമിക തലത്തിലുള്ള ഹിന്ദി പ്രഥമ, ദൂസരി, രാഷ്ട്രം എന്നീ പരീക്ഷകളും ഹിന്ദി പ്രചാര സഭ നടത്തിവരുന്നു. പ്രഥമ, ദൂസരി, രാഷ്ട്രഭാഷ എന്നീ താഴ്ന്ന ക്ലാസ്സിലെ കുട്ടികളുടെ ഹിന്ദിയുടെ നോളജ് അനുസരിച്ച് ചേർക്കാം. കൂടുതൽ കഴിവുള്ള കുട്ടികളെ മൂന്നാമത്തെ ഐറ്റത്തിൽ ചേർക്കാം. അതിൽ കുറച്ച് കഴിവുള്ള കുട്ടികളെ രണ്ടാമത്തേൽ, എൻട്രൻസ് വരുന്നിടത്തേക്ക് ഒന്നാമത്തെ ക്ലാസ്. ഭൂഷൺ വരുമ്പോഴത്തേക്ക് അതിന് വ്യവസ്ഥയുണ്ട്. +2 ഹിന്ദി എടുത്ത് പാസ്സായവർക്ക് ഭൂഷൺ പരീക്ഷയ്ക്ക് ചേരാം. അതല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പുള്ള ഹിന്ദി പ്രവേശ പരീക്ഷ, സഭയുടെ പ്രവേശ പാസ്സായവർക്കും ഭൂഷണിന് ചേരാം. ഭൂഷൺ കഴിഞ്ഞവർക്ക് സാഹിത്യാചാര്യയ്ക്ക് ചേരാം. ഭൂഷൺ കഴിയാതെ തന്നെ സെക്കൻഡ് ഇയർ BA BScയുടെ സെക്കൻഡ് ലാംഗ്വേജ് പാസ്സായവർക്കും നേരിട്ട് സാഹിത്യാചാര്യ പരീക്ഷയ്ക്ക് എഴുതാൻ കഴിയും. അങ്ങനെ അവർക്ക് ഹൈസ്കൂൾ അധ്യാപകരാകാനുള്ള യോഗ്യത സമ്പാദിക്കാൻ കഴിയും. ഏത് പ്രായക്കാർക്കും എഴുതാവുന്ന ഒരു വർഷത്തെ സാഹിത്യാചാര്യ വിജയിക്കുന്നവർക്ക് തുടർ പഠനത്തിനും തൊഴിലിനും അവസരങ്ങൾ ഏറെയാണ്. ഹൈസ്കൂളിൽ ഹിന്ദി പഠിപ്പിക്കാൻ യോഗ്യതയുള്ള ഒരു കോഴ്സാണ്. ഇത് കഴിഞ്ഞാൽ ട്രെയിനിങ്ങിന് പോകാം. അതായത് B.Edന് തുല്യമായ ട്രെയിനിങ്ങാണ്. ലാംഗ്വേജ് ടീച്ചേഴ്സ് ട്രെയിനിങ് എന്നാണ് അറിയപ്പെടുന്നത്. B.Edന് തുല്യമുണ്ട്. ഹൈസ്കൂളിൽ ടീച്ചറാകാനുള്ള, ഹിന്ദി അധ്യാപകരാകാനുള്ള ഒരു കോഴ്സാണ് ഇത്. BScക്ക് സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി എടുത്ത് പാസ്സായവർക്ക് നേരിട്ട് ചേരാം. അല്ലാതെ ഇവിടുത്തെ പ്രഥമ മുതൽ സാഹിത്യാചാര്യ വരെയുള്ള കോഴ്സുണ്ട്, ക്ലാസ്സുകളുണ്ട്. അത് കഴിഞ്ഞവർക്ക് ഭൂഷൺ കഴിഞ്ഞ ശേഷം സാഹിത്യാചാര്യ പഠിക്കാം. സാഹിത്യാചാര്യയ്ക്ക് 50% മാർക്ക് വേണം
ട്രെയിനിങ്ങിന് അപ്ലൈ ചെയ്യണമെങ്കിൽ. ജോലി സാധ്യത സ്കൂളിൽ PSC അംഗീകരിച്ചതാണ്. പിന്നെ സ്കൂളിൽ ഹൈസ്കൂൾ ടീച്ചേഴ്സായിട്ട് പോകാൻ കഴിയുന്നത്. ഇത് കേരള യൂണിവേഴ്സിറ്റി ഇത് BAക്ക് ഇക്വലൻ്റ് ആയിട്ടാണ്, BAയുടെ ഹിന്ദി സിലബസ് ഞാൻ ഇക്വലൻ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ അവർ ഡിഗ്രി കൊടുക്കുന്നുണ്ട്. കാരണം ഇംഗ്ലീഷും കൂടെ എഴുതിയെടുക്കണം. ഇപ്പോൾ നേരത്തെ ഇംഗ്ലീഷ് മാത്രം എഴുതിയാൽ സെക്കൻഡ് ലാംഗ്വേജ് എഴുതണ്ടായിരുന്നു. ഇപ്പോൾ സെക്കൻഡ് ലാംഗ്വേജും കൂടെ എഴുതണമെന്ന് പറയുന്നു. എന്തായാലും സബ്ജക്റ്റ് എഴുതണ്ട. BA ഹിന്ദിയുടെ സബ്ജക്റ്റ് എഴുതാതെ ഇംഗ്ലീഷും അതിൻ്റെ സെക്കൻഡ് ലാംഗ്വേജും എഴുതുമ്പോൾ അവർ ഡിഗ്രി കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. ഭൂഷൺ കഴിഞ്ഞിട്ടാണ് സാഹിത്യാചാര്യ പഠിക്കാൻ വന്നത്. ഇതിൻ്റെ ജോലി സാധ്യത അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കോഴ്സിന് ഞാൻ ചേർന്നത്. ഇനി ഇതിന് ശേഷം ആചാര്യ കോഴ്സ് ഉണ്ട് 1 ഇയറിൻ്റെ. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും സ്കൂളിൽ പ്ലേസ്മെൻറ്റ് കിട്ടുമെന്ന് ഉറപ്പുണ്ട്. പഠിക്കാനെല്ലാം വളരെ എളുപ്പമാണ്. കുറച്ച് ഹിന്ദിയുടെ ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാം. പിന്നെ ഇതിനൊരു അഡീഷണൽ ആയിട്ട് നമുക്ക് മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ചൂസ് ചെയ്യാം. ഒരു ലാംഗ്വേജ് ഉണ്ട്, വേണമെങ്കിൽ മലയാളം എടുക്കാം അല്ലെങ്കിൽ ഇംഗ്ലീഷ് എടുക്കാം. സാഹിത്യാചാര്യ വിജയികൾക്ക് കേരള സർവകലാശാലയുടെയും കോഴിക്കോട് സർവകലാശാലയുടെയും BA കോഴ്സിന് നേരിട്ട് ചേരാവുന്നതാണ്. യൂണിവേഴ്സിറ്റിയുടെ BA BSc കോഴ്സുകളുടെ പാർട്ട് 1 ഇംഗ്ലീഷും സെക്കൻഡ് പാർട്ട് സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയും പാസ്സായവർക്ക് സാഹിത്യാചാര്യ കൂടി ഉണ്ടെങ്കിൽ കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ നിന്നും BA ഹിന്ദി സർട്ടിഫിക്കറ്റുകൾ ലഭിക്കും. കേരള യൂണിവേഴ്സിറ്റി അംഗീകരിച്ചതാണ്. പിന്നെ ഹിന്ദി എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രഭാഷയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെല്ലാം ഇന്ത്യയിലെ ഉടനീളം എല്ലായിടത്തും ഇതിന് പ്രസക്തിയുണ്ട്. മലയാളത്തിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ മലയാളത്തിനേക്കാൾ ഒരു പടി മുന്നിലാണ് ഹിന്ദി നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും ജോലി കിട്ടുന്നതായിട്ടാണ് അറിഞ്ഞിരിക്കുന്നത്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പഠിക്കാൻ വന്നത്. BA BSc BCom ബിരുദധാരികൾക്ക് ഹിന്ദി സാഹിത്യാചാര്യ കൂടി ഉണ്ടെങ്കിൽ കേരള സർവകലാശാലയിൽ ഹിന്ദി MAക്ക് ചേരാൻ കഴിയും. സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി എടുത്ത് BA BSc വിജയിച്ചവർക്കും ആചാര്യ ഹിന്ദി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സിൽ ചേരാം. ഈ കോഴ്സ് ഹൈസ്കൂളുകളിൽ അധ്യാപകരാകാനുള്ള യോഗ്യതയായി കേരള സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചേഴ്സിന്റെ കൂടി അംഗീകാരമുള്ള ആചാര്യ ഹിന്ദി അധ്യാപക പരിശീലന കോഴ്സ് തിരുവനന്തപുരം ഹിന്ദി പ്രചാര സഭ ആസ്ഥാനത്താണ് നടത്തിവരുന്നത്. ഇവിടെ ഒരു ആചാര്യ ഹിന്ദി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുണ്ട്. NCTE അഥവാ നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ്റെ അംഗീകാരത്തോടു കൂടിയാണ്. അതിൽ പരമാവധി കുട്ടികളെ ഞങ്ങൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. 180 അതിൻ്റെ സീറ്റ്. ആ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഒരു കൊല്ലത്തെ ഇൻറ്റൻസീവ് ട്രെയിനിങ് കോഴ്സ് നടത്തും. ഇത് HSA ഇൻ ഹിന്ദിയിലായി പോസ്റ്റ് ചെയ്യാൻ അർഹതപ്പെട്ട ആൾട്ടർനേറ്റീവ് ക്വാളിഫിക്കേഷനാണ്. അതിന് കേരള PSCയുടെയും ഗവൺമെൻറ്റിൻ്റെയും യൂണിവേഴ്സിറ്റിയുടെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ അംഗീകാരം. സാധ്യത മുന്നിൽ കണ്ട് ഈ ഒരു വർഷ ആചാര്യ ഹിന്ദി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സിന് ധാരാളം വിദ്യാർത്ഥികൾ ചേരുന്നു. ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 10ാം ക്ലാസ് വരെ പഠിപ്പിക്കാം. സ്കൂളുകളിൽ 10ാം ക്ലാസ് വരെ പഠിപ്പിക്കാനുള്ള യോഗ്യതയാണ്. അപ്പോൾ ഇവിടെ ഉള്ളതിൽ MA കഴിഞ്ഞവരുണ്ട്, BA കഴിഞ്ഞവരുണ്ട്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സാഹിത്യകാരി 50% മാർക്കിൽ കൂടുതൽ വേണം, എന്നാലേ ഇതിൽ കിട്ടും. അത് പോയിട്ട് BA പഠിച്ചവർക്കും ഈ കോഴ്സിലോട്ട് അപേക്ഷിക്കും. ഞാൻ ഈ കോഴ്സിലേക്ക് വന്നത് ഒരു ഹിന്ദി ടീച്ചർ ആവുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ഇപ്പം എൻ്റെ കാര്യം പറയുമെങ്കിൽ ഞാൻ എൻ്റെ പഠനകാലമൊക്കെ കഴിഞ്ഞ് വലിയൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ ഇപ്പോൾ ഹിന്ദി പ്രചാരസഭ നടത്തുന്ന ആചാര്യ കോഴ്സിനെ കുറിച്ച് നോക്കുമ്പോൾ ഏജ് ബാറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പല ഏജിലുള്ള ആൾക്കാർ ഉണ്ട്. അപ്പം ഇവിടെ അതുപോലെ പല കോഴ്സുകൾ ചെയ്ത് ചിലർ ഡിസ്കണ്ടിന്യൂ ചെയ്തവർ, ചിലർ കംപ്ലീറ്റ് ചെയ്തു. BTechഉം അതുപോലെ MAയും BAയും ഒക്കെ കഴിഞ്ഞ് ഒത്തിരി പേര് ഇപ്പോൾ ഈ കോഴ്സിലേക്ക് വന്നിട്ടുണ്ട്. ഒരു തൊഴിൽ നേടുക എന്നതിനപ്പുറം ഹിന്ദി ഭാഷയുടെ മഹത്വം ഉൾക്കൊണ്ട് പഠനത്തിന് എത്തുന്നവരും ഏറെയാണ്. പ്രഥമ ദൂസരി രാഷ്ട്രം എന്നീ ഒരുപാട് പേപ്പറുകൾ നമ്മൾ പാസ്സായ ശേഷമാണ് ഈ സാഹിത്യകാരി എന്ന് പറയുന്നത് പൂർത്തിയാവുന്നത്. അത് പൂർത്തിയായ ശേഷം മാത്രം 50% മാർക്കിലേറെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കോഴ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റൂ. അതിനാൽ +2 കഴിഞ്ഞ ഉടനെ ഈ B.Ed കോഴ്സ് നമുക്ക് സാഹിത്യകാരി പാസ്സായ നമുക്ക് ചേരാൻ പറ്റുന്നതാണ് 50% മാർക്കിൽ കൂടുതലുണ്ടെങ്കിൽ. ഈ കോഴ്സ് വളരെ ഉപയോഗപ്രദമായ ഒരു കോഴ്സാണ്. കാര്യം നമുക്ക് +2 കഴിഞ്ഞാൽ ഈ B.Ed അത്ര പെട്ടെന്ന് വേറെ ഒരു കോഴ്സിനും കിട്ടുന്നതല്ല. ഈ കോഴ്സ് പഠിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ. ഇത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 10ാം ക്ലാസ് വരെയുള്ള സ്റ്റാൻഡേർഡ് വരെ പഠിപ്പിക്കാനുള്ള അംഗീകൃതമായ കോഴ്സാണ് ഈ കോഴ്സ്. യൂണിവേഴ്സിറ്റിയിലും ഈ കോഴ്സുണ്ട്, പക്ഷേ അത് 2 വർഷം ട്രെയിനിങ്ങാണ് വരുന്നത്. ഇത് ഞങ്ങൾ 1 വർഷം കൊണ്ടാണ് പഠിച്ചു തീർക്കേണ്ടത്. ഇതിൽ 5 പേപ്പറുകളുണ്ട്. ഒന്ന് സൈക്കോളജി, പിന്നെ ശിക്ഷയെക്കുറിച്ച്, പിന്നെ അക്ഷരത്തെക്കുറിച്ച്, അങ്ങനെ ഒരുപാട് പഠിക്കാനുമുണ്ട്. അതെല്ലാം പഠിച്ചാൽ മാത്രമേ ഈ കോഴ്സ് പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ.
പിന്നെ ഈ കോഴ്സിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ നമ്മുടെ ആധുനിക തലമുറയിൽ ഹിന്ദിയുടെ പ്രാധാന്യം കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് ഈ കോഴ്സുകൾ ആർക്കും അങ്ങനെ അറിയില്ല. കുറേ ആൾക്കാർ വിചാരം ഹിന്ദി പഠിക്കാൻ ഭയങ്കര പാടാണ്, എന്തോ വലിയ സംഭവമാണെന്നാണ് വിചാരം. പക്ഷെ അങ്ങനെയൊന്നുമല്ല, പഠിച്ച എളുപ്പമാണ്. അർത്ഥം മനസ്സിലാക്കി വളരെ കുറച്ച് എഴുതിയാൽ മാത്രം മതി, നല്ല മാർക്കുകൾ വാങ്ങാൻ പറ്റും ഹിന്ദിക്ക്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഹിന്ദി. അതുകൊണ്ട് നല്ലൊരു അധ്യാപകനായി വരാൻ വേണ്ടിയാണ് ഞാൻ ഈ കോഴ്സ് ചേർന്നിരിക്കുന്നത്. ഹിന്ദിയുടെ മഹത്വം മനസ്സിലാക്കിയാണ് ഞാൻ വന്നത്. കാരണം എൻ്റെ അച്ഛൻ അധ്യാപകനാണ്. അങ്ങനെ അച്ഛൻ്റെ ഏറ്റവും ലക്ഷ്യമാണ് എന്നെ അധ്യാപകനാക്കണമായിരുന്നു. അങ്ങനെ അതുകൊണ്ടും അങ്ങനെ നമ്മളെ ഇന്ത്യയുടെ ഒരു പ്രാധാന്യം നിലനിർത്താൻ വേണ്ടി ഞാൻ വരുന്നത് ഈ കോഴ്സ് പഠിക്കാൻ. ഞങ്ങളിപ്പോൾ ഇവിടെ 34 പേരുണ്ട്. ഇതൊരു BEd കോഴ്സാണ്. പക്ഷെ പലർക്കും ഈ കോഴ്സിൻ്റെ പ്രയോജനങ്ങളും ഇങ്ങനൊരു കോഴ്സ് ഇവിടെ നടക്കുന്നുണ്ടെന്നും അറിയില്ല. പക്ഷെ എല്ലാവർക്കും പ്രയോജനപ്പെടുന്നൊരു കോഴ്സാണിത്. 1 വർഷമാണ് ഈ കോഴ്സിൻ്റെ കാലാവധി, ബാക്കിയെല്ലാം 2 വർഷത്തെയാണ്. പക്ഷേ ഈ ഹിന്ദി കോഴ്സ് 1 വർഷത്തേതാണ്. 5 പേപ്പറാണ് ഞങ്ങൾക്ക് പഠിക്കാനുള്ളത്. സൈക്കോളജി ഉണ്ട്, ഹിന്ദി ഭാഷയെക്കുറിച്ച് പഠിക്കാനുണ്ട്, ശിക്ഷയെക്കുറിച്ച് പഠിക്കാനുണ്ട്. അങ്ങനെ 5 പേപ്പറാണ് ഞങ്ങൾക്കുള്ളത്. ടോട്ടൽ 1000 മാർക്കിനാണ് നമുക്കിവിടെ പരീക്ഷ നടത്തുന്നത്. ഈ 5 പേപ്പറിനും കൂടെ ചേർത്ത് 500 മാർക്കിനും പിന്നെ നമ്മുടെ ടീച്ചിങ് പ്രാക്ടീസ്, ഞങ്ങൾക്ക് കുറച്ച് വർക്കൊക്കെ ഉണ്ട്. ഇങ്ങനെ പരിയോജന, സങ്കോഷ്ടി, പ്രദത്കാര്, അങ്ങനെ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട്. അതെല്ലാം കൂടെ ചേർത്ത് 500 മാർക്കിനാണ് നടത്തുന്നത്. അങ്ങനെ ടോട്ടൽ 1000 മാർക്കിനാണ് ഞങ്ങൾക്കിവിടെ എക്സാം നടത്തുന്നത്. കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന ഭൂഷൺ പരീക്ഷ വിജയിച്ചാൽ പ്രത്യേക പരിശീലനം കൂടാതെ തന്നെ നേരിട്ട് UP സ്കൂൾ അധ്യാപക നിയമനം നേടാം. സ്കൂൾ തലം മുതൽ വിദ്യാർത്ഥികളിൽ ഹിന്ദി ഭാഷ അവബോധം വളർത്തുന്നതിനായി നിരവധി പഠന പദ്ധതികളാണ് കേരള ഹിന്ദി പ്രചാരസഭ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത്. അവയിലേറെ പ്രാധാന്യമുള്ളതാണ് ഹിന്ദി സുഗമ പരീക്ഷ. വർഷം തോറും 5 ലക്ഷത്തോളം കുട്ടികളാണ് സ്കൂളുകൾ വഴി സുഗമ പരീക്ഷ എഴുതുന്നത്. തുടർ പഠനത്തിനും ഹിന്ദി സംസാരിക്കുന്നതിനും അഖിലേന്ത്യാ മത്സര പരീക്ഷകളിൽ വിജയിക്കുന്നതിനും സുഗമ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് കഴിയുന്നു. കേരളത്തിലെ സ്കൂൾ കുട്ടികൾക്ക് ഹിന്ദി പരീക്ഷ എളുപ്പമാക്കുന്നതിന് വേണ്ടി കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന ഒരു പരീക്ഷയാണ് സുഗമ ഹിന്ദി പരീക്ഷ. അതിൽ ചേരുന്ന കുട്ടികൾക്ക് പലപ്പോഴും നല്ല മാർക്ക് ഹിന്ദിക്ക് കിട്ടുന്നുണ്ട്. സ്കൂളിൽ അവർക്ക് പഠിക്കാനും എളുപ്പമാണത്. 10ാം ക്ലാസ്സിലാണെങ്കിൽ അത് വളരെ പ്രയോജനം ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങളൊരു മോഡൽ ക്വസ്റ്റ്യൻ തയ്യാറാക്കി അവർക്ക് കൊടുക്കുന്നുണ്ട്. ആ മോഡൽ ക്വസ്റ്റ്യൻ വെച്ച് പഠിക്കുന്ന കുട്ടികൾ ഹിന്ദിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നേട്ടം. സ്റ്റേറ്റിലാണെങ്കിൽ 5 മുതൽ 10 വരെ 12 വരെയാണ് നമ്മളിത് നടത്തുന്നത്. CBSE ആണെങ്കിൽ 3 മുതൽ 10 വരെ. CBSEക്ക് ഞങ്ങളൊരു ബുക്ക് തയ്യാറാക്കി അവർക്ക് കൊടുക്കുന്നുണ്ട്, ജനറൽ ഗ്രാമർ എന്നും പറയും. ആ ബുക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് പരീക്ഷ നടത്തുന്നത്. അവർക്ക് ഏറ്റവും ജില്ലാടിസ്ഥാനത്തിൽ 1, 2, 3 സ്ഥാനം നേടുന്ന കുട്ടികൾക്ക് പ്രത്യേക പ്രോത്സാഹന സമ്മാനം നൽകാറുണ്ട്. ഏറ്റവും കൂടുതൽ കുട്ടികളെ ചേർക്കുന്ന സ്കൂളുകൾക്ക് ജില്ലാ അടിസ്ഥാനത്തിലാണെങ്കിൽ പ്രശംസാപത്രവും അല്ല സ്റ്റേറ്റ് അടിസ്ഥാനത്തിലാണെങ്കിൽ ട്രോഫിയും കൊടുക്കുന്നുണ്ട്. അത് സ്റ്റേറ്റിൻ്റെ ആണെങ്കിൽ ഗ്രേഡിംഗ് ആണ്. ഓരോ ക്ലാസ്സിനും ഓരോ കണക്കിലാണ് മാർക്ക് കൊടുക്കുന്നത്. പരീക്ഷ ഫെബ്രുവരി മാസത്തിലാണ് സ്റ്റേറ്റിൻ്റെ പരീക്ഷ നടത്തുന്നത്. മറ്റത് ഒക്ടോബർ മാസത്തിൽ CBSEയുടെ. അത് DPAയുടെ അനുവാദത്തോടു കൂടിയാണ് സ്റ്റേറ്റിൻ്റെ പരീക്ഷ നടത്തുന്നത്. അവർ തരുന്ന ഡേറ്റിനാണ് ഞങ്ങൾ പരീക്ഷ നടത്തുന്നത്. ഹിന്ദി പ്രചാരകരാണ് ഹിന്ദി പ്രചാരസഭയുടെ കരുത്ത്. ക്ലാസുകളും പ്രചരണ പ്രവർത്തനങ്ങളും പരീക്ഷകളുമൊക്കെ ഹിന്ദി പ്രചാരകരുടെ മേൽനോട്ടത്തിലാകും നടക്കുക. അവർ ചെയ്യുന്നത് ഹിന്ദി പ്രചാരസഭയുടെ പരീക്ഷകൾക്ക് കുട്ടികളെ ചേർത്ത് പഠിപ്പിച്ച് പരീക്ഷയ്ക്ക് ഇരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കും യൂണിവേഴ്സിറ്റി തലത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും വേണ്ടുന്ന ഹിന്ദി പരിജ്ഞാനം ലഭിക്കാൻ ആവശ്യമായ പരീക്ഷകളിൽ കുട്ടികളെ ഉൾപ്പെടുത്തുന്ന ദൗത്യം ഈ ഹിന്ദി പ്രചാരകരാണ് ഏറ്റെടുത്ത് നടത്തുന്നത്. ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ ടൈപ്പ് റൈറ്റിംഗിന്റെ കാലം കഴിഞ്ഞു എന്ന് പറയാൻ വരട്ടെ. ദേശീയ തലത്തിൽ വർദ്ധിച്ചു വരുന്ന തൊഴിലവസരങ്ങൾ കണക്കിലെടുത്ത് ഹിന്ദി ഭാഷയിൽ ടൈപ്പ് റൈറ്റിംഗിനും ഷോർട്ട് ഹാൻഡിനും പ്രാധാന്യം ഏറുകയാണ്. കേരള ഹിന്ദി പ്രചാരസഭ ജില്ലാ കേന്ദ്രങ്ങളിൽ നടത്തിവരുന്ന ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡ് കോഴ്സുകൾ വിജയിക്കുന്നവർക്ക് തൊഴിലവസരങ്ങൾ ഏറെയാണ്. കേന്ദ്ര സർവീസുകളിലും ബാങ്കുകളിലുമാണ് ഇത്തരക്കാർക്ക് തൊഴിൽ സാധ്യതകൾ ഉള്ളത്.
കേരള ഹിന്ദി പ്രചാരസഭയിലെ ഹിന്ദി ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടാണിത്. ഇതിനകത്ത് ഹിന്ദി ടൈപ്പ് റൈറ്റിംഗ് ലോവർ, ഹയർ, ഹൈ സ്പീഡ്, അതുപോലെ ഹിന്ദി ഷോർട്ട് ഹാൻഡ്, ലോവർ, ഹയർ എന്നീ കോഴ്സുകൾ നടത്തുന്നുണ്ട്. ടൈപ്പ് റൈറ്റിങ്ങിന് എന്ന് പറയുന്നത് 6 മാസത്തെ കാലാവധിയാണ്. ഷോർട്ട് ഹാൻഡിന് 1 വർഷത്തെ കാലാവധിയാണ്. അപ്പോൾ 1 വർഷത്തിനിടയിൽ ടൈപ്പ് ആണെങ്കിൽ 2 പരീക്ഷ, ഷോർട്ട് ഹാൻഡ് ആണെങ്കിൽ 1 പരീക്ഷയാണ് നടത്തുന്നത്. അപ്പോൾ ഇത് സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലെല്ലാം ഇതിന് ഒരുപാട് വേക്കൻസികളുണ്ട്. അതുകൊണ്ട് കുട്ടികളെല്ലാം പഠിക്കാൻ വരുന്നുണ്ട്. പിന്നെ ഷോർട്ട് ഹാൻഡ് പഠിക്കുന്നവർക്ക് സ്റ്റെനോഗ്രാഫറായിട്ട് കയറാം, ടൈപ്പ് റൈറ്റിംഗ് പഠിക്കുന്നവർക്ക് ടൈപ്പിസ്റ്റായിട്ടേ കയറാൻ പറ്റുള്ളൂ. ഇപ്പോൾ റെയിൽവേയിലൊക്കെ തന്നെ ജോലി സാധ്യത ഉള്ളതുകൊണ്ട് കുട്ടികളൊക്കെ പഠിക്കാൻ വരുന്നുണ്ട്. അവരെല്ലാം ഇവിടെ വന്ന് പഠിച്ച് അവരവരുടെ ജോലിക്ക് കയറുന്നുണ്ട്. അതുപോലെ നമ്മളെ കേരളം വിട്ട് കഴിഞ്ഞാൽ ഇതിന് ശരിക്കും സാധ്യത കൂടുതലാണ്. കാരണം അവിടെ ഹിന്ദി ടൈപ്പ് അറിയാവുന്നവർക്ക് വളരെ പ്രയോജനമാണ്. ഇത് പഠിച്ചതിന് ശേഷം കമ്പ്യൂട്ടറിൽ പ്രാക്ടീസ് ചെയ്ത കുട്ടികൾക്ക് ഇപ്പോൾ കമ്പ്യൂട്ടർ കൊടുക്കുന്നത് കൊണ്ട് കമ്പ്യൂട്ടറിൽ പഠിച്ച് പ്രാക്ടീസ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതായത് സ്കിൽ ടെസ്റ്റ് വരുമ്പം റിട്ടൺ ടെസ്റ്റ് കഴിഞ്ഞ് പാസ്സാവുന്നവർക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഈ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡ്, ഈ ടൈപ്പ് റൈറ്ററിൻ്റെ കീബോർഡ് എടുത്തു കൊടുത്താൽ അതിനകത്ത് അവർക്ക് കമ്പ്യൂട്ടറിൽ ചെയ്യാൻ സാധിക്കും. 10ാം ക്ലാസ് മാത്രമാണ് ഈ കോഴ്സുകൾക്ക് ചേരാനുള്ള അടിസ്ഥാന യോഗ്യത. തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് ധാരാളം പേർ ഈ കോഴ്സുകളിൽ ചേർന്ന് പഠിക്കാനെത്തുന്നു. ഇവിടെ കേരള ഹിന്ദി പ്രചാരസഭയിലെ BA ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ് ഞാൻ. അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ ലോവർ കഴിഞ്ഞു, ഇനി ഹയറും ഹൈ സ്പീഡും ചെയ്യണമെന്നാണ് ആഗ്രഹം. സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ ഒത്തിരി തൊഴിൽ സാധ്യതയുള്ള ഒരു ഇതാണ്. ടൈപ്പ് റൈറ്റിംഗ് ആരും അധികം ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. അതുപോലെ തന്നെ കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത മതി. SSLC പാസ് ഉണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് കീഴിലൊരു വർക്ക് ചെയ്യാന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ വർക്ക് ചെയ്യണമെന്ന് താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിലോട്ട് വന്നത്. ഒത്തിരി തൊഴിൽ സാധ്യതകളുണ്ട്, ഒരിക്കലും ഒരു നഷ്ടമല്ല. ഞാൻ കേരള ഹിന്ദി പ്രചാരസഭയുടെ 3rd ഇയർ സ്റ്റുഡൻ്റാണ് BAയുടെ. ഞാൻ അവിടെ ഡിഗ്രിയുടെ ഒപ്പം ടൈപ്പ് റൈറ്റിംഗ് പഠിക്കുന്നു. കാരണം ഹിന്ദി ടൈപ്പ് റൈറ്റിങ്ങിന് ഇപ്പോൾ ജോലി സാധ്യത വളരെ ഏറെയാണ്. സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ വരുന്നത്. ഇതോടൊപ്പം തന്നെ ഇംഗ്ലീഷും മലയാളവും ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഹിന്ദിക്കിപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എനിക്ക് റെയിൽവേയിൽ ജോലി കിട്ടാനാണ് വലിയ ആഗ്രഹം. പഠനത്തിൽ പിന്നിലാകുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ആദർശ് വിദ്യാലയ എന്ന പേരിൽ തിരുവനന്തപുരത്ത് പ്രത്യേക സ്കൂളും കേരള ഹിന്ദി പ്രചാരസഭ നടത്തിവരുന്നു. CBSE പാഠ്യപദ്ധതിയാണ് ഇവിടെ പിന്തുടരുന്നത്. ഹിന്ദി പ്രചാരസഭയുടെ കീഴിൽ ആദർശ വിദ്യാലയം നന്നായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഈ ആദർശ വിദ്യാലയത്തിൻ്റെ സിലബസ് 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ NIOSൻ്റേതാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. പഠിത്ത കാര്യത്തിനകത്ത് പിന്നോക്കം നിൽക്കുകയും അല്ലെങ്കിൽ അശ്രദ്ധ കാണിക്കുകയും ചെയ്യുന്ന കുട്ടികളെ അവരുടെ രക്ഷിതാക്കൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് അയക്കുന്നുണ്ട്. കാരണം കൂടുതൽ ശ്രദ്ധ കൊടുത്തും കുട്ടികളുടെ എണ്ണം കൂടാതെയും ഇരിക്കുന്നത് കൊണ്ട് അവരുടെ പഠിത്തക്കാര്യത്തിലും മറ്റ് അക്കാഡമിക് കാര്യങ്ങളിലും അവിടുത്തെ അധ്യാപകർക്ക് നല്ലതുപോലെ ശ്രദ്ധിക്കാൻ കഴിയും. അതിൽ അവിടുത്തെ കുട്ടികളുടെ രക്ഷിതാക്കൾ വളരെ സംതൃപ്തരാണ്. അതുകൊണ്ട് അവർ കുട്ടികളെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് അയക്കുകയും അവരെ നല്ല രീതിയിൽ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കേരള ഹിന്ദി പ്രചാരസഭയുടെ ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന വാസുദേവൻ പിള്ള സ്മാരക ഗ്രന്ഥശാലയിൽ അപൂർവ പുസ്തകങ്ങളുടെ കലവറ തന്നെയുണ്ട്. വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ഈ ഗ്രന്ഥശാലയിൽ അംഗത്വമെടുക്കാം. ഇവിടെ റിസർച്ച് സെൻ്ററായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. റിസർച്ചിന് ആവശ്യമായ എല്ലാ പുസ്തകങ്ങളും നമ്മുടെ ലൈബ്രറിയിൽ നിന്നും കുട്ടികൾക്ക് കൊടുത്തു വരുന്നു. വളരെയധികം കുട്ടികൾ ഇവിടെയും 12ഓളം കുട്ടികൾ ഇവിടുന്ന് തന്നെ റിസർച്ച് അവർ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമായ എല്ലാ റെഫറൻസ് പുസ്തകങ്ങളും മറ്റ് ലൈബ്രറിയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ ഉപരി കേരള ഹിന്ദി പ്രചാരസഭ വാസുദേവൻ പിള്ള സ്മാരക ഹിന്ദി ഗ്രന്ഥാലയത്തിൽ നിന്നും അവർക്ക് ലഭിക്കുന്നുണ്ട്. 20,000-ത്തിലധികം പുസ്തകങ്ങൾ നമ്മുടെ ലൈബ്രറിയിലുണ്ട്. അതുപോലെ തന്നെ സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള വളരെയധികം പ്രയോജനപ്പെടുന്ന മാഗസിൻസ് നമ്മളെ ലൈബ്രറിയിൽ നിന്നും എല്ലാവർക്കും ലഭിക്കും. പൊതുജനങ്ങൾക്കും എല്ലാവർക്കും ലൈബ്രറി ഉപയോഗിക്കാവുന്നതാണ്. കേരള ഹിന്ദി പ്രചാരസഭയുടെ മുഖമുദ്രയാണ് കേരൾ ജ്യോതി എന്ന ഹിന്ദി മാസിക. കേരളത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ദേശീയ തലത്തിൽ എത്തിക്കാൻ ഈ പ്രസിദ്ധീകരണത്തിന് കഴിയുന്നു. ഇന്ത്യയിലെ ബിരുദാനന്തര പഠനം കഴിഞ്ഞിട്ട് ഗവേഷണം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ ലേഖനങ്ങൾക്ക് ഇത് വരുന്നതാണ്. മാത്രമല്ല കേരളത്തിൻ്റെ സംസ്കാരവും സാഹിത്യവും ഇവിടുത്തെ ബഹുമുഖ പ്രവർത്തനങ്ങളെയൊക്കെ ഒരു കണ്ണാടിയായി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽക്കൂടെ വടക്കേ ഇന്ത്യക്കാരെ കാണുമ്പോഴത്തേക്ക് ഇവിടുത്തെ എന്തൊക്കെ നടക്കുന്നുള്ളവർക്കറിയാൻ കഴിയും. ഏകദേശ രൂപം കിട്ടുമെന്നുള്ളതാണ്. ഇവിടെയുള്ള ഹിന്ദി വിദ്യാഭ്യാസം നേടി ഗവേഷണം ചെയ്യുന്ന ആൾക്കാർ, പണ്ഡിതന്മാർ, പ്രൊഫസേഴ്സ് ഇവർ കഴിയുന്നുണ്ട്. മാത്രമല്ല ഈ മലയാളം സാഹിത്യകാരന്മാരുടെ
ലേഖനങ്ങളും കവിതകളും മറ്റുമൊക്കെ തർജ്ജമ ചെയ്ത് വരുന്നുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല, ഈ ഗഹനമായ ഭാഷ അഭ്യസിക്കുന്നവർക്കും ഗവേഷണം ചെയ്യുന്നവർക്കും ഭാഷാ കുതികൾക്കും സാഹിത്യപ്രേമികൾക്കെല്ലാം ഒരുപോലെ സഹകരമാണ് മാഗസിനാണ്. തിരുവനന്തപുരത്തെ ഹിന്ദി പ്രചാരസഭ ആസ്ഥാനത്തെ ബിരുദാനന്തര ഹിന്ദി പഠന കേന്ദ്രത്തിൽ പ്രൈവറ്റായി കേരള സർവകലാശാലയുടെ ഹിന്ദി മെയിൻ MA പരീക്ഷകൾക്കുള്ള ക്ലാസുകളും നടത്തിവരുന്നു. ഡിപ്ലോമോ ഇൻ ഓഫീസ് പ്രൊസീജിയർ ട്രാൻസ്ലേഷൻ ആൻഡ് ജേർണലിസം എന്ന വിഷയത്തിൽ 1 വർഷ കോഴ്സും കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്നുണ്ട്. BA വിജയിച്ചവർക്ക് ഈ കോഴ്സിൽ ചേരാം. ഈ ട്രാൻസ്ലേഷൻ കോഴ്സ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടുകൂടി നടത്തുന്നതാണ്. ആ ട്രാൻസ്ലേഷൻ കോഴ്സ് ഡിപ്ലോമയാണത്. ആ ഡിപ്ലോമ പാസ്സാകുന്നവർക്ക് കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകളിലും സർക്കാർ മേഖലയിലും ബാങ്കുകളിലുമൊക്കെ ഹിന്ദി ഓഫീസറായിട്ടും ഹിന്ദി ട്രാൻസ്ലേറ്ററായിട്ടും ഉദ്യോഗങ്ങൾ ലഭിക്കുന്നുണ്ട്. കേരള ഹിന്ദി പ്രചാരസഭയുടെ കീഴിൽ ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, പയ്യന്നൂർ എന്നിവിടങ്ങളിൽ ശാഖാ കാര്യാലയങ്ങളും കൊല്ലം, കോട്ടയം, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ കേന്ദ്രീയ ഹിന്ദി മഹാവിദ്യാലയങ്ങളും പ്രവർത്തിച്ചു വരുന്നു. ഇവിടങ്ങളിൽ സഭ നടത്തുന്ന വിവിധ പരീക്ഷകൾക്ക് ചേർന്ന് പഠിക്കാവുന്നതാണ്. ഒരു വർഷത്തിൽ 2 പരീക്ഷകൾ നടത്താറുണ്ട്. ഒന്ന് ആഗസ്റ്റിൽ, ഒന്ന് ഫെബ്രുവരിയിൽ. ഇതിന് കേരളത്തിൽ മിക്കവാറും എല്ലാ ജില്ലകളിലും ഈ പരീക്ഷ നടക്കാറുണ്ട്. പരീക്ഷ എന്ന് പറയുന്നത് ഇവിടെ 2 വിഭാഗം പരീക്ഷയുണ്ട്. ഒന്ന് സുഗമ, രണ്ടാമത്തേത് നമ്മുടെ സഭയുടെ പ്രഥമ മുതൽ സാഹിത്യാചാര്യ വരെയുള്ള പരീക്ഷകളുണ്ട്. ഇതിൽ ലോവർ പരീക്ഷകളെന്ന് പറയുന്നത് പ്രഥമ, ദൂസരി, രാഷ്ട്രം, പ്രവേശം. ബാക്കിയെല്ലാം ഭൂഷൺ, സാഹിത്യാചാര്യ എന്ന് പറഞ്ഞ ഹയർ എക്സാമാണ്. 7000-ഓളം പ്രചാരകർ ഹിന്ദി പ്രചരിപ്പിക്കാനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്.